ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. സ്പേസ് ചാനലിൻ്റെ വചന വിചിന്തന വേദിയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ദനഹാകാലത്തിൻ്റെ 6ാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ക്രൈസ്തവരായ നാം എല്ലാവരും മിശിഹായ്ക്ക് സാക്ഷ്യം നൽകണം എന്നുള്ള മനോഹരമായുള്ള ചിന്തയാണ് പ്രത്യേകിച്ചും ദനഹാകാലത്തിലൂടെ ദൈവവചന വിചിന്തനങ്ങളിലെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. സാക്ഷ്യം നൽകുവാനാകണം ക്രൈസ്തവരെന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നത്തെ വചനത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ഈശോ മിശിഹ മാമോദീസ നൽകിയതിന് ശേഷം അവിടുന്ന് യൂദായിലേക്ക് പോകുന്നതാണ്. ഈശോയും ശിഷ്യന്മാരും യൂദായിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഏനോലിൽ ധാരാളം വെള്ളമുണ്ടായിരുന്നതിനാൽ സ്നാപക യോഹന്നാൻ അവൻ്റെ ശിഷ്യന്മാരും അവിടെ സ്നാനം നൽകിക്കൊണ്ടിരുന്നു. സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ വലിയൊരു തർക്കമുണ്ടായി. തർക്കത്തിൻ്റെ വിഷയമെന്ന് പറയുന്നത് ശുദ്ധീകരണത്തെ പറ്റിയായിരുന്നു. ഇവിടെ വെച്ച് സ്നാപക യോഹന്നാൻ ഈശോയ്ക്ക് നൽകുന്ന സാക്ഷ്യമാണ് ഇന്നത്തെ വചനത്തിൻ്റെ ഏറ്റവും പ്രധാനമായ വിചിന്തനമെന്ന് പറയും. പ്രത്യേകിച്ച് സുവിശേഷത്തിൻ്റെ ഏറ്റവും പ്രധാനമായ വിചിന്തനമെന്ന് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ ഈശോയെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത് ഇപ്രകാരമാവാൻ: അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണമെന്ന് പറയുന്നത് തന്നെ ഒരു ശുശ്രൂഷയുടെ മനോഭാവമാണ്. ശുശ്രൂഷിക്കുന്നവൻ എപ്രകാരമായിരിക്കണം? അവൻ സ്വയം തന്നെ ദൈവത്തിന് നൽകി സാക്ഷ്യം നൽകുന്നവനായിരിക്കണം. ഈ ശുശ്രൂഷയുടെ മനോഭാവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പഴയ നിയമ പുസ്തകങ്ങളിലൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ്. ശുശ്രൂഷയുടെ മനോഭാവം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കരുതലോടുകൂടി മറ്റുള്ളവരെ നോക്കിക്കാണുക എന്നുള്ളതാണ്. നിയമാവർത്തന പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ ദൈവം ഇസ്രായേൽ ജനത്തിനോട് സ്വന്തമാക്കുവാൻ പോകുന്ന നാട്ടിൽ നീ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ ദൈവം പറഞ്ഞു കൊടുക്കുകയാണ്, അനാഥനും വിധവയ്ക്കും പരദേശിക്കും നീ അർഹതപ്പെട്ട കൂലി നൽകുമ്പോൾ അതൊരു ശുശ്രൂഷയുടെ മനോഭാവമാണ്, കരുതലിൻ്റെ മനോഭാവമാണ്. നീ വയലുകളിൽ നിൻ്റെ വയലിൽ നീ വിളവെടുക്കുമ്പോൾ കറ്റ നീ മറന്നുപോയാൽ അത് നീ തിരിച്ചെടുക്കാൻ പോകരുത്. മറിച്ച് പരദേശിക്കും അനാഥനും വിധവയ്ക്കും വേണ്ടി നീ മാറ്റിവെക്കണമെന്ന് ദൈവം അവനോട്, ഇസ്രായേൽ ജനത്തോട് ദൈവം ഉദ്ഘോഷിക്കുന്നതാണ്. അതായത് വചനം പറയുന്നത് ശുശ്രൂഷയുടെ മനോഭാവം എന്ന് പറയുന്നത് ഒരു കരുതലിൻ്റെ മനോഭാവമാണ്. ഈ ശുശ്രൂഷയുടെ മനോഭാവം എന്നിട്ട് വചനത്തിലൂടെ നോക്കുമ്പോൾ രണ്ടാമതായിട്ട് അതൊരു ബലിയായി തീരുവാനുള്ള ഒരു മനോഭാവം കൂടിയാണ്. ശുശ്രൂഷ എന്ന് പറയുന്നത് ബലിയായി തീരുവാനുള്ള ഒരു മനോഭാവമാണ്. ബലിയായി തീരുക എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്ന യെശയ്യായുടെ പുസ്തകം 63-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 16 വരെ വാക്യങ്ങളിലും ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലുമാണ്. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ വചനം പറയുകയാണ്, ഈശോ മിശിഹ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകനായിട്ട് മാറി എന്ന് വചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യെശയ്യായുടെ പുസ്തകം 63-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വിഷമങ്ങളിലും വേദനകളിലും പ്രതിസന്ധികളിലുമെല്ലാം അവരുടെ കൂടെ നടന്ന് അവരെ ശുശ്രൂഷിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇത് വചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞു വയ്ക്കുന്ന 2 കാര്യങ്ങളാണ്. ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് അത് ശുശ്രൂഷയുടെ മനോഭാവമാണ്. ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് കരുതലിൻ്റെ ബലിയായി തീരുവാനുള്ള മനോഭാവമാണെന്നാണ് വചനം നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞു വയ്ക്കുന്നത്. ഈ വചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ കുടുംബജീവിതങ്ങളിലൊക്കെയും നാം എല്ലാവരും ഈ ഒരു മനോഭാവത്തിലേക്ക് വളരണം. ഒന്ന് കരുതലിൻ്റെ മനോഭാവം. എൻ്റെ കുടുംബജീവിതത്തിൽ ഞാൻ കരുതലോടുകൂടി ജീവിത പങ്കാളിയെ കാണുമ്പോൾ ഞാൻ ഈ ഈശോയ്ക്ക് വലിയ സാക്ഷ്യത്തിൻ്റെ പ്രതീകമായിട്ട് മാറുകയാണ്. മക്കളെ ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ച് വളർത്തുമ്പോൾ ഞാൻ ബലിയായി തീരുന്നതിൻ്റെ ചൈതന്യത്തിലേക്ക് വളരുകയാണ്. ഇത് വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്കും ഒന്ന് ചിന്തിച്ച് നോക്കാം. നമ്മുടെ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ഈശോയ്ക്ക് സാക്ഷ്യം നൽകുന്നതാണ്. ഈ സാക്ഷ്യം എന്ന് പറയുന്നത് ഒരു ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കരുതലിൻ്റെയും ബലിയായി തീരുന്നതാണ്.
ഈശോ മിശിഹ വിശുദ്ധ കുർബാനയിൽ ബലിയായി തീരുമ്പോഴാണ് നമുക്കെല്ലാവർക്കും അത് സാക്ഷ്യത്തിൻ്റെ അനുഭവമായിട്ട് തീരുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ നമുക്കും ലോകത്തിന് മുമ്പിൽ സാക്ഷ്യം നൽകുവാനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.